പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം, അതിനുശേഷം ആണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത്. ആദ്യ മന്ത്രിസഭാ യോഗങ്ങൾ എന്തൊക്കെ എന്നത് ഉൾപ്പെടെ. അതേസമയം അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം അത് ഏറെ വിമർശനങ്ങൾ വരുത്തിവെച്ച ഒന്നുകൂടിയായിരുന്നു. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളം കരിങ്കൊടി പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ കരിങ്കൊടി പ്രയോഗത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിലും കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ പ്രവർത്തകർ. അതിനിടെ പ്രാദേശിക പോലീസ് നേതൃത്വം ഈ കരിങ്കൊടി കാണിച്ചവരെ തടയുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വാഹനം നിർത്തി ഇറങ്ങി വന്ന് ഒരു റോഡിന് മൂലയ്ക്ക് നിന്നിരുന്ന ആളുകളെ മർദ്ദിച്ച സംഭവം ഉണ്ടായി. അത് വലിയ തോതിൽ UDFിലും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലുമൊക്കെ പ്രതിഷേധങ്ങൾ ഉയർത്തിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പുനരന്വേഷണം, ഒരു പക്ഷേ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നില്ല എങ്കിൽ പോലും പുനരന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം അത്രമേൽ UDFിന് വലിയ തോതിൽ UDFിൻ്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒന്നുകൂടിയായിരുന്നു ഇത് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി പോയിരിക്കുന്നു. ആലപ്പുഴയിലുണ്ടായ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണത്തിനുള്ള SIT സംഘത്തെ അതിന് ആരൊക്കെയാണതിൽ നേതൃത്വം നൽകുക, ആരാണ് ഏതുദ്യോഗസ്ഥരാണ് ചുമതല വഹിക്കുക, അതിലൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. അതൊക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്നതാണ്. ഒപ്പം ഇനി അറിയേണ്ടത് വകുപ്പുകൾ സംബന്ധിച്ച പോർട്ട്ഫോളിയോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ്. ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ ഏതൊക്കെ, അത്തരം കാര്യങ്ങളിലും കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ആദ്യം അരുൺ തുടരാം. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില തീരുമാനങ്ങൾ, അതായത് 21-ാം തീയതി ആയിരിക്കും സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. 21-ാം തീയതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധി, ഏറ്റവും മുതിർന്ന ആൾ ആണ് സാധാരണ നിലയിൽ, അങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്ന കീഴ്വഴക്കം. അതുകൊണ്ട് തന്നെ അതിലൊരു രാഷ്ട്രീയ കൗതുകം കൂടി ഉണ്ടാകുന്നു. ഇത്തവണ G. സുധാകരൻ മത്സരിച്ചത് CPIഎമ്മിൽ നിന്ന് പിണങ്ങിയാണ്, UDFിൻ്റെ ഭാഗമായാണ് മത്സരിച്ചത്. CPIഎമ്മിൻ്റെ പല നേതാക്കളും, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് MLA എന്ന നിലയിൽ G. സുധാകരനാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, ഈ G. സുധാകരൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. സുധാകരൻ പലരോടും പറഞ്ഞു താൻ നിയമസഭയുടെ സ്പീക്കറാകും, അവിടെ പിണറായിയെ കൊണ്ട് സർ എന്ന അഭിസംബോധന ചെയ്യിപ്പിക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്ന തരത്തിൽ അതിന് വ്യാഖ്യാനങ്ങളും വന്നു. ഏതായാലും അങ്ങനെ ഒരു പ്രോട്ടം സ്പീക്കറായി വരുമ്പോൾ പിണറായിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട ഒരു ചുമതല G. സുധാകരന് വരികയാണ്. സ്വാഭാവികമായും G. സുധാകരൻ വലിയ വിമർശിച്ച പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അദ്ദേഹത്തിന് മുമ്പാകെ സത്യവാചകം ചൊല്ലേണ്ടി വരും. അതൊരു രാഷ്ട്രീയ കൗതുകമാണ് എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായും അത് ഈ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കമാകാം. G. സുധാകരനെ മറ്റ് സർക്കാർ പദവികളിലേക്കൊന്നും പരിഗണിക്കാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. അദ്ദേഹം ദിവസവും പറഞ്ഞത് മന്ത്രിയാവാൻ ഞാൻ നേരത്തെയും അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല, അത് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ അദ്ദേഹത്തെ മന്ത്രിയാക്കാനൊന്നും UDFിന് ഇപ്പോൾ കഴിയില്ല, കോൺഗ്രസിന് ഇപ്പോൾ കഴിയില്ല, സമവാക്യങ്ങൾ അതിന് അനുവദിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് അവിടെ നിയമസഭ ഏറ്റവും മുതിർന്ന അംഗം പിണറായി വിജയനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം സ്വാഭാവിക പ്രോട്ടം സ്പീക്കറായി നിയമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തന്നെ വരേണ്ട ആളാണ്. അദ്ദേഹം മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് ആ മുതിർന്ന നേതാക്കളിൽ അങ്ങനെ മുന്നിൽ വെക്കാൻ കഴിയുന്ന ഒരു പേരാണ് G. സുധാകരൻ്റേത്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറായി തീരുമാനിക്കുകയായിരുന്നു മന്ത്രിസഭാ യോഗം. അക്കാര്യം ഗവർണറെ അറിയിക്കും. നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 21-ന് നടക്കും. 22-ന് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ് നടക്കും. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFിൽ നിന്ന് മത്സരിക്കുക. ഡെപ്യൂട്ടി സ്പീക്കറായി അരൂർ MLA ഷാനിമോൾ ഉസ്മാനും മത്സരിക്കും. പ്രതിപക്ഷത്തു നിന്നും ഈ രണ്ട് സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, MLAമാർ മത്സരിക്കാനുണ്ടാകും. വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ അതൊരു വോട്ടെടുപ്പിലേക്ക് പോകാറുണ്ട്. അതുണ്ടാകും. സംസ്ഥാന ബജറ്റ് ജൂൺ 5-ന് 29-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. പുതിയ സർക്കാരിന്റെ സഭാ സമ്മേളനത്തിൽ സ്വാഭാവികമായും അതിന് അനിവാര്യമായ ഭരണഘടനാപരമായ ഒരു നടപടിയാണ്. നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. ജൂൺ 5-ന്
സംസ്ഥാന ബജറ്റും അവതരിപ്പിക്കും. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ബജറ്റാകുമെന്ന് ഉറപ്പാണ്. കാരണം സംസ്ഥാനത്ത് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ജനങ്ങൾ നിരവധി വലിയ പ്രതീക്ഷകളുണ്ടാകും, അവർ നൽകിയ വാഗ്ദാനങ്ങൾ ഉണ്ടാകും. അതൊക്കെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവിധമുള്ള പ്രഖ്യാപനങ്ങൾ ആ ബജറ്റിലുണ്ടാകും. ഒരു പ്രത്യേകത, ഒരു കൗതുകം, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാകും ആ ബജറ്റ് അവതരിപ്പിക്കുക. കാരണം വി ഡി സതീശൻ തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇന്ന് അല്പസമയത്തിനകം മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറും. അതിനുശേഷം ഗവർണർ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറക്കുന്നതോടുകൂടി വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യ ദേവസ്വം വകുപ്പ് തന്നെ വേണമെന്ന് കെ മുരളീധരൻ വാശി പിടിച്ചിരുന്നു. അത് പിന്നീട് നേതൃത്വം അംഗീകരിച്ചിരുന്നു. ആ വകുപ്പ് അദ്ദേഹത്തിന് തന്നെ ലഭിക്കും. അങ്ങനെയെങ്കിൽ റവന്യൂ സണ്ണി ജോസഫിന് ലഭിക്കും. AP അനിൽകുമാറിനാണ് നേരത്തെ ആരോഗ്യം നൽകാൻ ധാരണയായത്. അതിൽ മാറ്റം വരും. അങ്ങനെ ചില ക്രമീകരണങ്ങൾ വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും ഉണ്ടാകും. സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതിലും വ്യക്തത വരും. മന്ത്രിമാരൊക്കെ അവരുടെ വകുപ്പുകളിലെ ഭരണത്തിലേക്ക് സ്വാഭാവികമായി കടക്കും. അധികം വൈകാതെ അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമായി അങ്ങ് സംഭവിക്കും. ഇന്ന് വൈകുന്നേരം പുതിയ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണമുണ്ട്. അങ്ങനെ പുതിയ ഒരു മന്ത്രിസഭ വന്നിരിക്കുന്നു. പുതിയ കേരളം, നവയുഗ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ മന്ത്രിസഭ ആദ്യ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. മാറ്റാനുള്ള നിരവധി കീഴ്വഴക്കങ്ങളുണ്ട്. സെക്രട്ടറിയേറ്റ് മാധ്യമങ്ങൾക്കുള്ള നിയന്ത്രണമടക്കം അതിലടക്കം പുനഃപരിശോധനയുണ്ടാകും. ബുധനാഴ്ചകളിലെ മന്ത്രിസഭാ യോഗം ഒരു കീഴ്വഴക്കമായിരുന്നു, ഒരു ശീലമായിരുന്നു. പിണറായി സർക്കാരിന്റെ ആദ്യ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ആ വാർത്താ സമ്മേളനങ്ങൾ, പതിവ് വാർത്താ സമ്മേളനങ്ങൾ അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വല്ലപ്പോഴും ഈ നോർത്ത് കോൺഫറൻസ് ഹാളിൽ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തും. അങ്ങനെയായി ആ പതിവ് മാറി. വാർത്താക്കുറിപ്പിലൂടെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ അറിയിക്കുന്ന ഒരു പതിവിലേക്ക് അത് മാറി. അതിലൊക്കെ മാറ്റം വരുമെന്ന സൂചനയാണ്. എല്ലാ ബുധനാഴ്ചയും കാണും, കഴിയുന്നത്ര ദിവസങ്ങളിൽ കാണും. എല്ലാ ദിവസവും കാണുമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞില്ല. കഴിയുന്നത്ര ദിവസങ്ങളിൽ മാധ്യമങ്ങളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കാണും. എന്ത് കാര്യവും നിങ്ങളോട് ആദ്യം പറയും. അത്തരം കാര്യങ്ങളിലൊന്നും ഒളിച്ചു വയ്ക്കില്ല എന്നൊരു മറുപടി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കൂടിയാണ് വി ഡി സതീശൻ പുതിയ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. യെസ്, അതേസമയം അല്പസമയം മുമ്പായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള പിണറായി വിജയൻ, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അവിടെ പ്രവർത്തകർ കാത്തുനിന്നിരുന്നു. പിണറായി വിജയന് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് കണ്ണൂരിൽ സ്വീകരണമൊരുക്കുകയും ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ ആണ് നിയമസഭയിൽ ഉണ്ടാവുക. പിണറായി വിജയൻ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയപ്പോൾ നിരവധി പ്രവർത്തകരും അനുഭാവികളുമൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തുനിന്നിരുന്നു. അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് കണ്ണൂരിൽ വലിയ സ്വീകരണം നൽകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.